നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:22 സൂര്യൻ്റെ സംക്രമണം. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നത്. മേട സംക്രമത്തിനെയാണല്ലോ വിഷു എന്ന് പറയുക. അപ്പോൾ ആ സമയത്തെ ലഗ്നം കുംഭലഗ്നമാണ്. അപ്പോൾ ലഗ്നാധിപൻ ശനി, അതുപോലെ ചോതി നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ നാം പ്രധാനമായിട്ട് എടുക്കേണ്ടത് ഓരോ ഗ്രഹങ്ങളുടെയും അവസ്ഥയും ചിന്തിക്കണം. അതുപോലെ തന്നെ ഓരോ രാശി, അതായത് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 രാശിയുടെയും. ആദ്യം മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം സത്യത്തിൽ ഗുണദോഷ സമ്മിശ്രമാണ്. അതായത് പകുതി ഗുണം പകുതി ദോഷം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ദോഷം കാണുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ അത് വിഷുഫലമല്ല, അല്ലാതെ തന്നെ ശനി 11-ൽ നിന്നതിൻ്റെയും അതുപോലെ തന്നെ വ്യാഴം അനുകൂലാവസ്ഥയിൽ നിന്നതിൻ്റെയും ഒക്കെ ഫലമായിട്ട് സാമ്പത്തിക സമാഹരണം ഉണ്ടായിട്ടുണ്ട് പല മേടക്കൂറിലെ നക്ഷത്രക്കാർക്കും ഒട്ടുമിക്കവർക്കും. അതിൻ്റെ ഫലമായിട്ട് അത് നന്നായി സൂക്ഷിച്ചവർക്ക് ഈ വർഷത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കില്ല. പ്രത്യേകിച്ചും ഈ വിഷുഫലത്തിൽ അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അനാമത്ത് ചിലവുകൾ സൂക്ഷിക്കുക എന്നിടത്താണ്. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിഷുഫലത്തിൻ്റെ ഫലത്തിൽ മേടക്കൂർ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി ആദ്യത്തെ കാൽഭാഗക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ വരിക ശാരീരികമായ അവശതയാണ്. തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ബാന്ധവ സംബന്ധമായ ജീവിത ബന്ധവുമായി ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലോ അതുമല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ വരവിനെ ചൊല്ലിയുള്ള കാര്യങ്ങളിലോ വലിയ ദോഷം കാണുന്നില്ല. ചിലവ് വർദ്ധിച്ചിരിക്കാം. അതുപോലെ തന്നെ വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും പഠന സംബന്ധമായ കാര്യങ്ങളിലും പണത്തിൻ്റെ അധിക ചിലവ് ഉണ്ടായിരിക്കാം ഈ വർഷം. അടുത്ത വർഷമാണ് ഇവർക്ക് കൂടുതൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും ഈ വർഷം അവർ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. വിഷുഫലം അവർക്ക് വലിയ ദോഷമായിട്ട് കാണുന്നില്ല. പ്രധാനമായും സാമ്പത്തികമായ കാര്യങ്ങളിൽ അവർക്ക് ദോഷമില്ല. ജീവിത സംബന്ധമായ കാര്യങ്ങളിലും വലിയ ദോഷമില്ല. പ്രധാനമായും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഹൃദയ സംബന്ധമായും നേത്ര സംബന്ധമായും അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ പിതാവിനോ രക്ഷാകർതൃസ്ഥാനത്തുള്ള മറ്റുള്ളവർക്കോ ദോഷങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം സന്താനങ്ങൾക്കല്പം ദോഷം കാണുന്നു. അതുപോലെ തുടക്ക മാസങ്ങളിൽ, അതായത് വിഷു തുടങ്ങി ആദ്യത്തെ 1-2 മാസങ്ങൾക്കുള്ളിൽ മാതാവിനും ചെറിയ രോഗാവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് പറയുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളോ ചിലവോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ തൊഴിൽ സംബന്ധമായും മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വിഷുഫലം വളരെ നല്ലതാണ്. തൊഴിലിൽ ഉയർച്ചയോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് മുന്നോട്ട് കൂടുതൽ പുരോഗതി ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള മാറ്റങ്ങളോ ഉണ്ടാകാം. എന്നാൽ തീർച്ചയായും വെല്ലുവിളികളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഇവരുടെ കർമ്മരംഗത്തുണ്ടാകും. പക്ഷേ അതിനെ ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കും. ആരോഗ്യമാണ് കൂടുതലായി നോക്കേണ്ടത്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ അപകട സംബന്ധമായ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. സാഹസിക കർമ്മങ്ങൾ പരമാവധി ഒഴിവാക്കുക. വാഹനം ഓടിക്കുമ്പോഴും അമിത വേഗത ഉണ്ടാകരുത്. അതുപോലെ തന്നെ മാതാവുമൊത്തോ വേണ്ടപ്പെട്ട രക്ഷാകർതൃസ്ഥാനത്തുള്ള വയോധികരായ വ്യക്തികളുമൊത്തുള്ള സഞ്ചാരവുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ അവസാന, അതായത് വിഷുഫലത്തിൻ്റെ അവസാന മാസങ്ങൾ, അതായത് ഒക്ടോബർ, നവംബർ അങ്ങോട്ട് തൊട്ട് ഏകദേശം അടുത്ത ഏപ്രിൽ വരെയുള്ള കാലത്ത് കുട്ടികൾ, അതായത് സന്താനങ്ങൾ ഈ നക്ഷത്രക്കാരിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരുപക്ഷെ പഠന സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതം, പെൺകുട്ടികളാണെങ്കിൽ വിവാഹ ജീവിതം കഴിഞ്ഞ് മാറിപ്പോകുന്നതോ ആൺകുട്ടികളാണെങ്കിൽ പഠന സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ അകന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചും പൊതുവെ ഗുണകരമാണ് ഈ വിഷുഫലം. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നാളിതുവരെ തൊഴിൽ കിട്ടാത്തവർക്ക് കൃത്യമായൊരു തൊഴിൽ കിട്ടുന്നു. വരുമാന സാധ്യത വർദ്ധിക്കുന്നു. തൊഴിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നു.
ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവർക്കിപ്പോൾ അനുഗ്രഹമായി കാണുന്നുണ്ട്. അതായത് ഭാഗ്യം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയം. അതുപോലെ ഇവരോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന വ്യക്തികൾ ഇവരെ മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും സഹകരണങ്ങൾ നൽകുന്നതാണ്. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി ഇവർ സഹകരിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ പ്രവർത്തന മേഖലകളിൽ വ്യാപരിക്കാൻ സാധിക്കുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയോ പഠനമോ അതെല്ലാം വളരെ നന്നായി നിർവഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നു ഈ വിഷുഫലത്തിൽ. പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും വലിയ ദോഷം ഇവർക്ക് കാണുന്നില്ല. ജലവുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ ഉണ്ടാകാം. സഹോദരന്മാർക്കും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഓവറായി, അതായത് അമിതമായ ചില സാഹസിക നീക്കങ്ങൾ മാത്രമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. ഓവർ കോൺഫിഡൻസ് കൊണ്ടുണ്ടാകാവുന്ന ചില ദോഷങ്ങളെ ഈ വിഷുഫലത്തിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ബാധിക്കാൻ സാധ്യതയുള്ളൂ. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതയും ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് സഹവസിക്കാനോ അല്ലെങ്കിൽ വിവാഹ സംബന്ധം ആയ കാര്യങ്ങൾ ഒക്കെ വളരെ പോസിറ്റീവായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനോ പ്രണയ സാഫല്യം അണയാനോ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് പൊതുവേ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷമൊന്നും കാണുന്നില്ല, ഗുണമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വർഷത്തിൽ ഇവർ ആദ്യത്തെ ഒരു 4 മാസങ്ങളോളം നീർദോഷ സംബന്ധമായ പ്രശ്നങ്ങളാൽ ചെറിയ അലസതയോ അല്ലെങ്കിൽ ചെറിയ അസ്കിതകളോ ഉണ്ടാകാം. അത് പ്രവർത്തന രംഗത്തെ ചെറുതായിട്ടെങ്കിലും ബാധിക്കാം. എന്നാൽ 4 മാസത്തിന് ശേഷം, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിന് ശേഷം ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകുന്നു. ശാരീരികമായി കുറച്ചുകൂടി ഉന്മേഷം ഉണ്ടാകുന്നു. അതവരുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ വിഷുഫലത്തിൽ ഓഗസ്റ്റിന് ശേഷമാണ്, അതായത് ചിങ്ങമാസത്തിനൊക്കെ ശേഷമാണ് ഇവർക്ക് കൂടുതൽ ഗുണം. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവുമൊക്കെ ആ കാലത്തിലാണ്. തുടങ്ങിയ സമയത്ത് പ്രവർത്തനങ്ങളിൽ കുറവുണ്ടെന്നോ സാമ്പത്തികമായ ദോഷമുണ്ടാകുമോ എന്നല്ല, അതൊക്കെ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം എന്ന് പ്രത്യേകമായി ഇടവക്കൂറുകാരോട് പറയുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഈ കൂറുകാരെക്കുറിച്ച് പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മമേഖലയിൽ ദോഷമൊന്നുമില്ലെങ്കിലും കടുത്ത ഉത്തരവാദിത്വത്തിലേക്കാണ് അവർ കടക്കുന്നത്. ഈ വിഷുഫലത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതിൻ്റെ മാനസിക സംഘർഷങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതുതന്നെ ചിലപ്പോൾ ശാരീരികമായ ചില അവശതകൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 2-3 മാസം ഇതിൽ ഈ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന പാകപ്പിഴകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുകയോ അല്ലെങ്കിൽ കൃത്യമായ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ ഉണ്ടാകുന്ന മാനസിക വിഷമത്താൽ ചിലപ്പോൾ ഇവർ ക്ഷുഭിതരാവുകയോ വാക്കുകൾ മോശമായി മേലധികാരികളോടോ ഏറ്റവും അടുത്ത വ്യക്തികളോടോ പറയുകയും ചെയ്യാം, സഹപ്രവർത്തകരോട് പറയുകയും ചെയ്യാം. അതിൻ്റേതായ തിക്തഫലങ്ങൾ ചിലപ്പോൾ കർമ്മരംഗത്ത് അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാലും പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഇത്തരം തെറ്റുകൾ പൊറുക്കാനും മുന്നോട്ട് ഇവരെ വീണ്ടും നയിക്കാൻ മേലധികാരികൾക്ക് ഒരു സന്നദ്ധതയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സാമ്പത്തികമായി ഒട്ടും പിന്നാക്കാവസ്ഥയിലല്ല മിഥുനക്കൂറുകാരുടെ അവസ്ഥ ഈ വിഷുഫലത്തിൽ. എന്തായാലും അവർക്ക് ഗുണമുണ്ടാകും. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നമോ ഉണ്ടാകാം. അനാവശ്യമായ ചില ഇടപെടലുകൾ ഈ കുടുംബത്തിൽ കാരണവസ്ഥാനത്തുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില റിഫ്ലക്ഷൻസ്, ചില നെഗറ്റീവ് റിഫ്ലക്ഷൻ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പിതാവിനോടോ കാരണവസ്ഥാനത്തുള്ളവരോടോ ഒക്കെ ഉണ്ടാകാം. അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന മാനസിക വൈഷമ്യങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ ഇടവരും. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ചിലപ്പോൾ ആദ്യത്തെ ഒരു 3-4 മാസത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം കൂടുതൽ ഗുണമാണ് അവർക്ക് കാണുന്നത്. പഠനത്തിൽ വിജയം, സാമ്പത്തിക ഭദ്രത, ഉറച്ച ജോലി, അവിടുത്തെ സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി, ഇതൊക്കെ ഉണ്ടാകുന്നു. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം പിതാവിന് ശാരീരികമായ അവശതയോ മതിഭ്രമം വന്ന മട്ടിൽ വാക്കുകൾ തെറ്റായ രീതിയിൽ പറയുകയോ ഒക്കെ ചെയ്യാം. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വിഷജന്യമായ ആഹാരങ്ങളോ അല്ലെങ്കിൽ വിഷജന്യമായ അന്തരീക്ഷത്തിൽ അലർജി ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള അന്തരീക്ഷത്തിൽ താമസിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മിഥുനക്കൂറിനും അവരുടെ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്കും അനുഭവിക്കേണ്ടതായി കാണുന്നു. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെ വലിയ പുരോഗതി കാണുന്നുണ്ട്.
പ്രത്യേകിച്ചും ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറി കർമ്മരംഗത്ത് കുറച്ചുകൂടി ശോഭിക്കാൻ സാധിക്കുന്നു. ഇവർക്കും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പിരിമുറുക്കം ഇവരുടെയും കർമ്മരംഗത്തുണ്ടാകുന്നതായിട്ട് കാണുന്നു. പക്ഷേ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒട്ടും തന്നെ ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ശത്രു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ചതിയിലോ അതുപോലെ തന്നെ കബളിപ്പിക്കലിലോ ഒക്കെ തന്നെ ഇപ്പോഴും ഇവർ ചെന്ന് പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ജൂലൈ മാസത്തോടു കൂടി കാര്യങ്ങൾക്കൊരു മാറ്റം വരും. സാമ്പത്തികമായിട്ട് ഇവർക്ക് കുറച്ചുകൂടി ഉന്നമനം അപ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ മനസ്സിൻ്റെ ബലം കുറച്ചുകൂടി വർദ്ധിക്കുന്ന അവസ്ഥ, പ്രതികരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി രൂക്ഷത അതൊക്കെ ഉണ്ടാകും. തങ്ങളുടെ കൃത്യമായ ജോലി ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന പാകപ്പിഴകളെ കൃത്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, സത്യസന്ധതയോടുകൂടി നീതിപൂർവകമായി തങ്ങളുടെ കർമ്മമേഖലയിൽ തിളങ്ങാൻ ഇവർക്ക് സാധിക്കുന്നത് ജൂലൈ മാസത്തിന് ശേഷമായിരിക്കും. പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും ഉണ്ടാകില്ലെങ്കിലും ചെലവ് വർദ്ധിച്ചിരിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ ഇവർക്കിപ്പോഴും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മുഖം, അതുപോലെ തന്നെ ഉദരഭാഗം, മാറിടം, ഈ സ്ഥലത്തൊക്കെ ശാരീരികമായ ക്ഷതമോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നർ ഭാഗങ്ങളിൽ, ആന്തരിക ശാരീരിക ഭാഗങ്ങളിൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കഫപ്രകൃതിയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. നീർദോഷത്തിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കാനും ഇടയുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ വിഷുഫലത്തിൽ. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലോ പ്രവർത്തനങ്ങളിലോ കൂടുതൽ കാര്യക്ഷമത പ്രകടിപ്പിക്കാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കുന്നു. കണ്ണ്, അതായത് നേത്രം, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പിതൃസമാനരായ വ്യക്തികൾക്കുണ്ടാകാവുന്ന ചില ശാരീരികവും മാനസികവുമായ ക്ഷതങ്ങളിലോ ഇവർക്ക് ദുഃഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ വിഷുഫലത്തിൽ ഇവർക്ക് ഭാഗ്യം സാമ്പത്തികമായ കാര്യങ്ങളിൽ അനുകൂലമാണ് എന്നതാണ്. പക്ഷേ സാമ്പത്തികം കയ്യിൽ നിൽക്കാൻ ഇപ്പോഴും ഇവർക്ക് സാധ്യമായി എന്ന് വരില്ല. വരുന്നതിന് ഇരട്ടിയോളം ചിലവ് വരും. അതുകൊണ്ട് കൃത്യമായ ഒരു മാനേജ്മെൻറ്റ്, പണമിടപാട് കാര്യത്തിൽ ഒരു നിർവഹണം, ശക്തമായ ഒരു നിർവഹണം, ഇഫക്റ്റീവായ ഒരു നിർവഹണം സാമ്പത്തിക മേഖലയിൽ ഇവർക്ക് അത്യാവശ്യം വേണ്ടതുണ്ട്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തങ്ങളുടെ വ്യക്തിത്വത്തെ ഹാനികരമായി ബാധിക്കുന്ന തരത്തിലുള്ള അബദ്ധ ധാരണകൾ ഉണ്ടാകാം. എന്നാൽ അതൊന്നും തന്നെ അവരുടെ കർമ്മരംഗത്തെ ബാധിക്കില്ല എന്നതാണ് സത്യം. ഒരു വ്യത്യാസമുണ്ടാകാം കർമ്മരംഗത്ത്. പ്രത്യേകിച്ച് ജൂൺ മാസത്തോടു കൂടി സാമ്പത്തികമായ ഉയർച്ച കാണുന്നു. ഈ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിലും പുരോഗതി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഒക്കെ ഗുണമുണ്ടാകുന്നു. തങ്ങളുടെ കുടുംബ തറവാട് ഭാഗം വയ്ക്കുകയോ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഇവർക്ക് സാമ്പത്തികമായ ഗുണം ഉണ്ടാകുന്നതായും കാണുന്നു. കാരണവസ്ഥാനത്തുള്ളവർക്ക്, അതുപോലെ രക്ഷാകർതൃസ്ഥാനത്തുള്ളവർക്കൊക്കെ ഈ നക്ഷത്രക്കാരോട്, ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകം വാത്സല്യമോ ഇഷ്ടമോ ഉണ്ടാകുന്നു. അതുകൊണ്ട് ധനപരമായ കാര്യത്തിലും മറ്റ് സഹായ സഹകരണങ്ങൾ നൽകുന്ന കാര്യത്തിലും ഈ കാരണവസ്ഥാനത്തുള്ളവരും രക്ഷാകർതൃസ്ഥാനത്തുള്ളവരും ഇവരോട് അനുകൂലമായി പെരുമാറുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത്തരം വ്യക്തികൾക്ക്, ഈ പ്രായാധിക്യമുള്ള വ്യക്തികൾക്ക് ശാരീരികമായ അവശതയോ മറ്റ് ദോഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദര സംബന്ധമായ വ്യാധി കൃത്യമായി പെരുകുന്ന ഒരവസ്ഥ ഈ വിഷുഫലത്തിൽ കാണുന്നു. അതുകൊണ്ട് ആഹാരത്തിൻ്റെ നിയന്ത്രണ കാര്യത്തിലും അതുപോലെ ഏതു തരത്തിലുള്ള ആഹാരം കഴിക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ സ്ട്രിക്റ്റായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട കാലമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും എരിവ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ പുളിപ്പ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ തന്നെയും ഈ രസങ്ങൾ കൂടുതൽ ഉള്ള ആഹാര പദാർത്ഥങ്ങൾ പരമാവധി നിയന്ത്രിക്കണം എന്നതാണ് ചിങ്ങക്കൂറിന് ഈ വിഷുഫലത്തിൽ പ്രധാനമായും പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതൃസമാനരായ വ്യക്തികൾക്ക്, രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ അവരിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കും ഗുണങ്ങൾക്കുമൊന്നും കുറവ് കാണുന്നില്ല. അതുപോലെ ഉണ്ടാകാവുന്ന ചില പ്രധാന വിഷയങ്ങളാണ് ജൂൺ മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിനുള്ളിലോ ഇവർക്ക് ശാരീരികമായി അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ ഇവരുടെ പ്രവർത്തന ഇടങ്ങളിലും കുടുംബത്തിലും തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് സുതാര്യത നിലനിർത്തുക എന്നത് ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. രോഗാതുരമായ അവസ്ഥകൾ ഇവരെ ബാധിക്കുന്നത് കൂടുതലും പറഞ്ഞു ഈ അലർജി അസുഖങ്ങളാണ്. തെറ്റായ ക്രമീകരണങ്ങൾ, തെറ്റായ രീതികൾ, ഇതൊക്കെ ഭക്ഷണകാര്യങ്ങൾ അവലംബിക്കുക വഴി
ദോഷമുണ്ടാകാനുള്ള സാധ്യത, സ്വതവേ തന്നെ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ ഇവർ കടന്നു പോകേണ്ടതുണ്ട്. അത് മരുന്ന് കഴിക്കുന്ന കാര്യത്തിലായാലും ശരി, ആഹാരം ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി, പ്രത്യേകമായി അത് ശ്രദ്ധിക്കണം. സാമ്പത്തിക ദോഷമോ പ്രവർത്തനങ്ങളിൽ മറ്റു വൈകല്യങ്ങളോ ഇവർക്കുണ്ടാകാനുള്ള സാധ്യത ഈ വിഷുഫലത്തിൽ കാണുന്നില്ല. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, ചിത്തിര, അതുപോലെ തന്നെ അത്തം നക്ഷത്രം, ചിത്തിരയുടെ ആദ്യ പകുതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളോ ഈ വിഷുഫലത്തിൽ, ഈ വിഷുവർഷത്തിൽ കൂടുതൽ ഇഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നു. യാത്രയുമായി ബന്ധപ്പെട്ടോ ജോലിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടോ ഇവർ വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ സ്വന്തം ഭവനത്തിലോ നാട്ടിലോ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതായി വരുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഒരു കലഹത്തിൻ്റെയോ മറ്റു പശ്ചാത്തലങ്ങളുടെയോ കാര്യത്താലല്ല. ഒന്നുകിൽ ജോലി സംബന്ധമായ കാര്യത്തിനും ധനം സംഭരിക്കുന്ന കാര്യത്തിനും വേണ്ടിയിട്ടുള്ള യാത്രയോ താമസമോ ആവാം. അതല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരിക വഴി ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക, ആശുപത്രിവാസം ഉണ്ടാവുക എന്നതൊക്കെയാണ്. വേണ്ടപ്പെട്ട വ്യക്തികളുടെ വേർപാടും ഈ സമയത്തുണ്ടാകാം. പ്രത്യേകിച്ചും പ്രായാധിക്യമുള്ളവരുടെ ഒരു വേർപാടിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. വിശേഷപ്പെട്ട പല കർമ്മങ്ങളിലും ഇവർക്ക് പങ്കുകൊള്ളേണ്ടി വരും. മംഗളകാര്യങ്ങളിൽ പങ്കുകൊള്ളേണ്ടി വരും. ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ, അതായത് ബിസിനസ് അല്ല, പ്രവർത്തന മേഖല മറ്റേതെങ്കിലും ഔദ്യോഗിക രംഗത്താണെങ്കിൽ അവിടെ ഒരു മാറ്റം കാണുന്നുണ്ട്. എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു അവിടെ ഉണ്ടെന്ന് കൃത്യമായി വിചാരിക്കുക. അതുപോലെ തന്നെ ഇവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ കർമ്മങ്ങൾക്ക് വിഘാതം നിൽക്കാനോ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള സാധ്യത ഇവർക്ക് പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസത്തിന് ശേഷം കൂടുതൽ സജീവമാകും. എന്തായാലും പൊതുവേ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാമെങ്കിലും കൂടുതൽ ഗുണം ആണ് കാണുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ടോ നടക്കാതെയോ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കാര്യക്ഷമത വരുന്നു. പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിജയത്തിൻ്റേതായ ദിശയിലേക്ക് പോകുന്നു. സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. കൂടെ സഹകരിക്കുന്നവരിൽ ഒരു വിഭാഗം ഇവരെ പൂർണ്ണമായും സഹായിക്കുകയും ഇവരുടെ വിജയങ്ങളിൽ അനുമോദനം ആത്മാർത്ഥമായി നൽകുകയും ചെയ്യുന്നു. എന്നാൽ അതുപോലെ തന്നെ ഒരു മറുപാതി ദോഷസ്ഥലത്തും ഉണ്ടെന്ന് ചിന്തിക്കുക. കൃത്യമായി അവരെ കണ്ടെത്തി അവരിൽ നിന്ന് രക്ഷ നേടുകയോ അവരെ നശിപ്പിക്കാനോ ശ്രമിക്കുന്നതായിരിക്കും. അതായത് അവരുടെ പ്രവർത്തനങ്ങളെ ഇവരെ ബാധിക്കാതിരിക്കുന്ന തരത്തിൽ ആക്കുന്നതിലും ഇവർ വിജയം കണ്ടെത്തണം. അല്ലെങ്കിൽ അത് വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകളെ ബാധിക്കാം. ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളിൽ അസുഖമുണ്ടാകാനുള്ള സാധ്യത, അത്തരം ഭാഗങ്ങളിൽ സ്കിൻ ഡിസീസോ മറ്റെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദരം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഉദരഭാഗം. അതുകൊണ്ട് അവിടെ വളരെ ശ്രദ്ധിക്കണം. പിന്നീടുണ്ടാകാവുന്ന മൂർച്ഛിക്കാവുന്ന പല രോഗങ്ങൾക്കും തുടക്കം വയറിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. അര ഉറഞ്ഞാൽ എല്ലാം നന്നാവുമെന്ന് പറയുന്ന പ്രമാണം മനസ്സിലാക്കുക. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ, അതായത് ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ഒരു സവിശേഷത കുടുംബത്തിൽ നിന്ന്, ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചില മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഭാഗ്യവും ഈശ്വരാധീനവും ഇവർക്ക് അനുഗ്രഹമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസത്തിനൊക്കെ ശേഷം ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. അതായത് സാമ്പത്തികമായ നേട്ടം. ഏത് കാര്യത്തിനാണോ മനസ്സ് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിൽ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളിൽ കൂടുതൽ ഉണർവ്, പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖലയിൽ കൂടുതൽ വിജയം. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ പോലും അതിന് സെപ്റ്റംബർ മാസത്തിനൊക്കെ ശേഷം അതിൻ്റെ ഉയർച്ച കണ്ടു തുടങ്ങുന്നു. അതുപോലെ തന്നെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായി തങ്ങൾ കരുതിയിരുന്ന വ്യക്തികൾ ശത്രുസ്ഥാനത്താണോ എന്ന് സംശയിച്ചിരുന്നവർ അവരൊക്കെ തന്നെ തിരികെ വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണകരമായിട്ടാണ് കാണുന്നത്. തുടക്ക സമയത്ത് ചില അസ്കിതകൾ, ചില പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ടാണോ പോകുന്നതെന്ന ആശങ്ക ഉണ്ടാകുമെങ്കിലും അതെല്ലാം മാറിമറിയും. ഈശ്വരാനുഗ്രഹം കൊണ്ടെന്ന പോലെ അതെല്ലാം മാറിമറിയും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസവും കാര്യക്ഷമതയും പ്രദർശിപ്പിക്കാനും ഇവർക്ക് സാധിക്കും. വരുന്ന വലിയ നേട്ടത്തിലേക്ക് ഉള്ള കുതിപ്പാണ് അവർക്ക് ഈ വിഷുഫലം എന്നുള്ള കാര്യം ചിന്തിക്കുക. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ, ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ജീവിതം ആരംഭിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. അതുപോലെ തന്നെ
അത്തരം പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സഹായിയായി നിന്നവർ ഇവരെ ഏറ്റവും ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരു കാലഘട്ടം കൂടി കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. ആദ്യത്തെ കുറച്ചു കാലങ്ങൾ, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും, അവരുടെ കർമ്മരംഗത്ത് ഉണ്ടാകുമെങ്കിലും, ഓഗസ്റ്റ് മാസം മുതൽ ഇവർക്ക് കൂടുതൽ ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ മാസത്തിൻ്റെ, അതായത് ഈ വിഷുഫലത്തിൻ്റെ ആദ്യത്തെ പകുതിക്ക് ശേഷം, രണ്ടാം പകുതിക്ക് ശേഷം, അതായത് 10-ാം മാസം മുതൽ, ഒക്ടോബർ മാസം മുതൽ കൂടുതൽ ശോഭനീയമായ ഒരു കർമ്മരംഗം ഇവർക്കുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയാണത്. അതുവരെയുള്ള കാലത്ത് ഇവർക്ക് സാമ്പത്തികമായ അലച്ചിലൊന്നും ഉണ്ടാകില്ല. അതിന് തക്കവണ്ണമുള്ള ശേഷി ഉണ്ടായിട്ടായിരിക്കും ഇവർ ഈ രംഗത്തിറങ്ങുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഒക്ടോബർ മാസത്തിന് ശേഷം പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് തന്നെ ഇവർക്ക് ധനാഗമനം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രത്യേകമായി പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവർക്ക് കാണേണ്ടത് ഇവരുടെ പിതാവിൽ നിന്നുണ്ടാകാവുന്ന ചില മാറ്റങ്ങളാണ്. പിതാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരായ രക്ഷാകർതൃ സ്ഥാനത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ ഉണ്ടായിരുന്നവർക്ക് അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. അവർ കുറച്ചുകൂടി ഉദാരമതികളാകുന്നു. അതല്ലെങ്കിൽ ഇവരുടെ മേലധികാരികളോ അല്ലെങ്കിൽ ഇവർക്ക് ധനസഹായം ചെയ്യാവുന്ന തരത്തിൽ വലിയ ബോസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരോ ഒക്കെ ഇവരോട് കുറച്ചുകൂടി സോഫ്റ്റായ തീരുമാനങ്ങൾ, സോഫ്റ്റായ സമീപനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാലും സാമ്പത്തികമായിട്ട് ഇവർക്ക് ചില വ്യസനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. കൃത്യമായ ഒരു സാമ്പത്തിക ക്രമീകരണം ഇല്ലാത്ത ഒരവസ്ഥ കാണുന്നുണ്ട്. ഒക്ടോബർ മാസത്തിന് ശേഷം കൂടുതൽ പണം വന്നാലും അത് കയ്യിൽ തങ്ങി നിൽക്കണമെന്നില്ല. അനാമത്ത് ചിലവുകൾ ഇവരിലേക്ക് വരാം. അല്ലെങ്കിൽ അനാമത്ത് ചിലവുകൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പണം ഇവരിൽ നിന്ന് വസൂലാക്കുന്നവരുമുണ്ടാകും. അതുകൊണ്ട് കൃത്യമായ അത്തരം കാര്യങ്ങൾ വളരെ ബുദ്ധിയോടുകൂടിയും പക്വതയോടുകൂടിയും പ്രായോഗിക ക്ഷമതയോടുകൂടിയും ചെയ്യാനുള്ളവരെ ഏൽപ്പിക്കുന്നതായിരിക്കും ബുദ്ധി. സത്യസന്ധമായിട്ടുള്ളവരെ ഏൽപ്പിക്കുന്നതായിരിക്കും ബുദ്ധി. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് ഉറച്ച തീരുമാനമുണ്ടാകുന്നു. മിക്കവാറും അവിവാഹിതരായവർ വിവാഹം കഴിക്കുന്നു. അതുപോലെ തന്നെ പ്രണയത്തിൽ അകപ്പെടുന്നവർ അല്ലെങ്കിൽ പ്രണയ സാഫല്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നു. വീടിൻ്റെ പ്രധാനപ്പെട്ട ക്രമീകരണമോ വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വയ്ക്കലോ ഒക്കെ നടക്കുന്നു. അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. മാതാവുമായിട്ടുള്ള ബന്ധങ്ങളിലും കുറച്ചുകൂടി കാര്യങ്ങൾ സ്മൂത്തായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ വാഹനമോ പുതിയ വീടോ ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ്. അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾക്കും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം സാമാന്യം നല്ലതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇവർ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകാം. അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന രാജ്യമോ നാടോ മാറാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം കുടുംബത്തിലും ചില പരിഷ്കരണങ്ങൾ വരാം. മാതാവ്, പിതാവ് ഇവർക്ക് താമസിച്ചിരുന്ന വീട് മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് നന്നാക്കുകയോ ആ വീട്ടിൽ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കുകയോ ചെയ്യാം. പുതിയ വാഹനം വരാം. കുടുംബത്തിലെ അന്തരീക്ഷത്തിന്, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിലെ അണുകുടുംബമായിരിക്കുമല്ലോ ഇപ്പോൾ മിക്കവാറും. ഞാൻ മൂല തറവാടല്ല പറയുന്നത്. ഈ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർ ഇപ്പോൾ താമസിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൽ കുറച്ചുകൂടി സ്മൂത്തായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ വിദേശ രാജ്യങ്ങളിൽ തങ്ങുന്നവർക്ക് കുറച്ചുകൂടി മനസ്സന്തോഷം ലഭിക്കുന്ന, കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നൊരവസ്ഥ കാണുന്നു. അവരുടെ വിഘാതങ്ങൾക്കും തടസ്സങ്ങൾക്കുമൊക്കെ മാറ്റമുണ്ടാകുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. വാഹനം, അതുപോലെ തന്നെ താമസം, ഈ സ്ഥലത്തു നിന്നൊക്കെ ഇവർക്ക് ആനന്ദം ലഭിക്കുന്ന തരത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ് അന്തരീക്ഷം. അതുപോലെ തന്നെ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വിജയത്തിലെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിൽ ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നിലവിൽ തന്നെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ അല്പം കൂടി വർദ്ധിക്കാനുള്ള സാധ്യത. എന്നാൽ വലിയ കുഴപ്പങ്ങളില്ലാത്തവർക്ക് ചെറിയ കുഴപ്പങ്ങളെങ്കിലും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമായും ഞാൻ തറവാടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അവിടെ ഒരു ഭാഗം വയ്ക്കേണ്ട കാര്യവും പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ട രക്തബന്ധത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ ചില വിമർശനങ്ങളോ പരിഹാസങ്ങളോ ഒക്കെ ഉയർത്താം. പക്ഷേ അതൊന്നും തന്നെ കാര്യമായി ഇവരെ ബാധിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. സാമ്പത്തിക നേട്ടവും അവരുടെ കർമ്മശേഷിയിൽ വളരെ ഗുണവും ഉണ്ടാകാവുന്ന ഒരു വിഷുവർഷഫലമാണിത്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ച്
ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവർ, ബന്ധുക്കൾ, അവർക്കൊക്കെ ഗുണം, അവരുമായി ബന്ധപ്പെട്ട് ഇവർ മനസ്സിൽ ആലോചിക്കുന്ന കാര്യങ്ങൾക്ക് സന്തോഷം നൽകുന്ന, മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് പുതിയ മേഖലയിൽ, പുതിയ സംരംഭത്തിൽ ഇവർക്ക് മുന്നേറാൻ സാധിക്കും. സ്ത്രീ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ കുടുംബക്കാർ, അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഇവരൊക്കെ ഈ കാര്യങ്ങളിൽ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. ഭാഗ്യം അനുകൂലമാണ് ഇവർക്കിപ്പോൾ. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങളുടെ കാര്യശേഷി നന്നായി വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം കാണുന്നു. എന്നാൽ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഓണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയോ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടോ വരും. പാദങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. പാദങ്ങളും മുഖവും ഒരുപോലെ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും കാണുന്നു. അതുപോലെ തന്നെ പിതാവിന് ശാരീരികമായ ഒരു അവശത കാണുന്നുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് ഓണത്തിന് മുമ്പുണ്ടാകുന്ന ചില യാത്രകളിൽ തടസ്സങ്ങളുണ്ടാകാം. എന്നാൽ ഓണത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായ അവശത ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കാരണം അലച്ചിൽ, അതുപോലെ തന്നെ കൃത്യമായ ശ്രദ്ധ കൂടാതെയുള്ള ജീവിതചര്യകൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രവർത്തന രംഗം കൂടുതൽ സജീവമാകും. ധനപരമായ വരവിനും വലിയ ദോഷമൊന്നും കാണുന്നില്ല. കുടുംബ ബന്ധങ്ങളിലും വലിയ ദോഷമൊന്നും കാണുന്നില്ല. തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ടോ ഉള്ള യാത്രകളാലും മാറി താമസിക്കലുകളാലും ചിലപ്പോൾ കുടുംബത്തിൽ ഒരു അസാന്നിധ്യം ഉണ്ടാകുമെന്നേ ഉള്ളൂ. അതൊന്നും കലഹത്തിൻ്റെയോ മറ്റോ പുറകിലല്ല എന്നുള്ള കാര്യവും ചിന്തിക്കുക. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരുടെ ഭാഗ്യം ഈ വിഷുവർഷത്തിൽ വളരെ നന്നായി തിളങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ധനപരമായ നേട്ടത്തിനും ഇവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നതായും കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഭാഗ്യം കടാക്ഷിച്ചാൽ അത് തീർച്ചയായിട്ടും ധനമായി മാറും. അത് ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഒരു മാറ്റമുണ്ടാകാം. ഭൗതിക വസ്തുക്കൾ വീട്ടിൽ വാങ്ങുന്നതിൽ, അലങ്കാര വസ്തുക്കളും ഫർണിച്ചറുമൊക്കെ വാങ്ങുന്നതിൽ നല്ല ഒരു വർധനവുണ്ടാകാം. അല്ലെങ്കിൽ അതിൽ മതിയായ സന്തോഷം ഇവർക്കുണ്ടാകാം. നല്ല വാക്കുകൾ കൊണ്ട് കുടുംബക്കാരെയും ഏറ്റവും വേണ്ടപ്പെട്ടവരെയും ഇവർ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വൈകാരികമായ ജീവിതം കൂടുതൽ പുഷ്ടി പ്രാപിക്കുന്നു. കുടുംബത്തിൽ കൂടുതൽ സന്തുഷ്ടി ഉണ്ടാകുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, അത് പ്രവർത്തന മേഖലയിലായാലും ശരി, ധനം ആർജിക്കുന്ന മേഖലയിലായാലും ശരി, അതിനൊരു മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ ഗുണകരമെന്ന് പറയാം. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇവർക്ക് ത്രോട്ട് സംബന്ധമായോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ളവർക്കോ ഏതെങ്കിലും തരത്തിൽ നീർവീക്കത്തിൻ്റെയോ നീർദോഷത്തിൻ്റെയോ പ്രശ്നങ്ങളുള്ളവർക്കോ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസത്തിന് മുൻപ് ഇവർക്ക് ശബ്ദത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. ശബ്ദം നഷ്ടപ്പെടാനോ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ സംവദിക്കാനോ സാധിക്കാതെ വന്നേക്കാം. അത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവരെ അലട്ടുക. അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് ചില ശാരീരിക അവശതകളും അസുഖങ്ങളും പ്രധാന പ്രവർത്തനങ്ങളെ ഇടയ്ക്കെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്താം. നവംബർ മാസത്തിന് ശേഷമാണ്, നവംബർ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു കർമ്മമേഖല ഇവർക്കുണ്ടാവുക. തുടക്കത്തിൽ അല്ലെങ്കിൽ നവംബർ പകുതിക്ക് മുമ്പ് കർമ്മമേഖല ഇല്ല എന്നല്ല, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നൊരു നിർത്തിവെക്കലോ ഒരു മാറ്റിവെക്കലോ വേണ്ടി വന്നേക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി വരുന്നതുകൊണ്ട് പ്രവർത്തന മേഖല കൂടുതൽ തിളങ്ങുമെന്ന് പറഞ്ഞത്. സാമ്പത്തികമായി വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു വർഷമാണ് ഇവർക്ക്. അതുകൊണ്ട് പൊതുവേ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സന്താനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളോ പുതിയ ആശയങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളോ ഒക്കെ കൂടുതൽ ഗുണകരമായി മുന്നോട്ട് പോകും. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. സാമ്പത്തികമായ ഞെരുക്കമാണ് ഇവർക്ക് വിഷുവർഷത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നത്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ആദ്യത്തെ ഒരു 2 മാസം അല്പം വർദ്ധിക്കുന്നതായും പിന്നീട് താരതമ്യേന അത് കുറഞ്ഞു വരുന്നതായും കാണുന്നു. കുടുംബത്തിൽ കൃത്യമായി ആവശ്യമുള്ള ധനം ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. അമിതമായി വന്നില്ലെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ധനം വരുന്നു. ധനം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ധനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പിരിമുറുക്കമുള്ള
മനസ്സിൻ്റെ ഒരു പിടച്ചിൽ അവസാനിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം വരുന്നു. കുടുംബത്തിൽ കുറച്ചുകൂടി സമാധാനം വരുന്നു. ചില യാത്രകൾ നടത്തുന്നു, ആ യാത്രകൾ വിജയകരമാവുന്നു. പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുന്നു, അത് ഗുണകരമായി വരുന്നു. വേണ്ടപ്പെട്ട വ്യക്തികൾ, കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെ ശക്തമായി മാറുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഉഴപ്പോ ആലസ്യമോ കർമ്മ മേഖലയിലോ ധനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നു. അവരുടെ വൈകാരിക ജീവിതത്തിൽ കുറച്ചുകൂടി ദീപ്തമായ അന്തരീക്ഷമുണ്ടാകുന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ വളരെ ആക്റ്റീവാകുന്നു. പ്രണയ നൈരാശ്യങ്ങളും അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടോ ദാമ്പത്യവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്ന രസക്കേടുകളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര സജീവമാകുന്നു. പക്ഷേ ഇവർക്ക് ഏറ്റവും പ്രധാനം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഫശല്യം ഉള്ളവർക്ക് അത് വളരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൽ ഇടയ്ക്ക് മുറിവോ പ്രശ്നങ്ങളോ സ്കിൻ സംബന്ധമായ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രത വേണമെന്ന് പറയുന്നു. സാമ്പത്തിക നേട്ടം വലിയ ദോഷമില്ലാതെ കടന്നുപോകും ഈ വിഷുവർഷം. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ, അതായത് ഡിസംബറിന് ശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ വളരെ നല്ലൊരു സാമ്പത്തികാവസ്ഥ ഇവർക്ക് വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വിഷുഫലത്തിൽ പൊതുവായി ഓരോ കൂറുകാർക്കും പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു വിഷുവാകട്ടെ എന്ന് ആശംസിക്കുന്നു. മോശപ്പെട്ടവർ കൃത്യമായി ശനീശ്വരനാണെങ്കിൽ ആ പൂജ ചെയ്യുക, മന്ത്രം ജപിക്കുക, വ്യാഴദോഷത്തിനും അത് ചെയ്യുക. അതുപോലെ തന്നെ ഗണപതിക്ക് കേതുദോഷത്തിനും രാഹുദോഷത്തിനും നാഗരെയും പൂജിക്കുക. വീണ്ടും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിഷുഫലമാവട്ടെ.